ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വലിയൊരു ഡീലർഷിപ്പ് കിട്ടിയപ്പോൾ തന്നെ ശ്രുതിക്ക് ഭയങ്കര അഹങ്കാരം കയറുവാണ്. ശ്രുതിയോട് പറയുന്നുണ്ട്, വളർന്നുകൊണ്ട് വരുന്ന ഒരു വലിയ ബിസിനസ്മാന്റെ ഭാര്യ നീ ഇനി ഇങ്ങനത്തെ ബ്യൂട്ടി പാർലറുടെ ജോലിയൊന്നും ചെയ്യണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി സമ്മതിക്കുന്നില്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ഞാൻ എന്തായാലും ചെയ്യും, ആരെതിർത്താലും ചെയ്യുന്നത് തന്നെയാണ് ശ്രുതി പറയുന്നത്. അപ്പോൾ ശ്രുതി പറയുവേ, ശരി നീ ടെൻഷനൊന്നും ആവണ്ട, നീ എന്തായാലും ജോലിക്കൊക്കെ പൊക്കോ, ഞാൻ അതിനെതിരൊന്നുമല്ല, തൽക്കാലത്തേക്ക് ഇന്നൊരു ദിവസത്തേക്ക് നീ ലീവ് എടുത്തിട്ട് എൻ്റെ ഷോപ്പിൽ വന്നിരിക്കാൻ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ, എനിക്ക് ജോലിയുണ്ട് ശ്രുതി, എനിക്ക് പാർലറിൽ പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുവേ, എന്നാൽ ശരി നീ എന്തെങ്കിലും ചെയ്തോ, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്നും പോവാണ്. ശ്രുതി പോയി കഴിയുമ്പോഴേക്കും ശ്രുതി എളുപ്പം ഫോൺ എടുത്ത് മീരയെ വിളിച്ച് പറയുന്നുണ്ട്, സച്ചിയുടെ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടി, നമുക്കത് എത്രയും പെട്ടെന്ന് ആൻ്റണിയുടെ അടുത്ത് ഏൽപ്പിക്കണം, നീ വാ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണേ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സച്ചിയും മഹേഷും കൂടി നമ്മുടെ പാർട്ടി നടന്ന ഹോട്ടലിലോട്ട് പോവാണ്. അവിടെ റിസപ്ഷനിൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, ഇന്നലെ ഇവിടെ ഒരു പാർട്ടി നടന്നായിരുന്നില്ലേ, അവിടെ വെച്ച് എൻ്റെ ഫോൺ മിസ്സായി എന്ന് പറയുമ്പോഴേക്കും റിസപ്ഷനിസ്റ്റ് പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ അവരിവിടെ ഏൽപ്പിക്കാറുണ്ട്, ഇവിടെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചൊന്നും മിസ്സായിട്ടില്ല എന്ന് അവർ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തോട്ടെ, ഞങ്ങൾ ആ പാർട്ടി ഹാളിലൊന്ന് പോയി നോക്കിക്കോട്ടെ എന്ന് പറയുമ്പോൾ അവർ ശരിയെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ വിടുന്നുണ്ട്. എന്നിട്ട് സച്ചിയും മഹേഷും കൂടി പാർട്ടി നടന്ന ഹാള് മൊത്തം അരിച്ചു പെറുക്കുന്നുണ്ട്. അവിടെയൊന്നും ഫോൺ കാണുന്നില്ല. അതുപോലെ തന്നെ മദ്യപിക്കാനിരുന്ന സ്ഥലത്തും പോയി എല്ലായിടത്തും തപ്പും, എവിടെയും ഫോണില്ല കേട്ടോ. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ആ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, ഫോൺ എന്തായി, കിട്ടിയോ? അപ്പോൾ സച്ചി പറയും, ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ അവർ ഞങ്ങളെ ഏൽപ്പിച്ചാനായിരുന്നു, ഇനി ചിലപ്പോൾ ആരെങ്കിലും മാറ്റിയെടുത്ത് പോയിട്ടുണ്ടാവും, അവരെങ്ങാനും ഇവിടെ കൊണ്ട് നേപ്പിക്കുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം, കോൺടാക്ട് നമ്പർ തരാൻ പറയുമ്പോഴേക്കും സച്ചി മഹേഷിൻ്റെ നമ്പറാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയും മഹേഷും കൂടി അവിടെ നിന്ന് ഇറങ്ങുവാണ്. മഹേഷ് ചോദിക്കുന്നുണ്ട്, സച്ചി നിൻ്റെ ഫോൺ ഇവിടെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്കും അതാടാ ടെൻഷൻ, അതിൽ ശരത്തിൻ്റെ വീഡിയോ ഉള്ളത് ഓർക്കുമ്പോഴാണ്, അതെങ്ങാനും ആരെങ്കിലും കണ്ട് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് വീട്ടിൽ ഭയങ്കര പ്രശ്നമാവും എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, അതും ശരിയാ, ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് രേവതിയെ ആയിരിക്കും, നമുക്കൊരു കാര്യം ചെയ്യാം, സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, സ്റ്റേഷനിലോ, അതെന്തിനാടാ, അവർ നമ്മുടെ ഫോണിൻ്റെ സിഗ്നൽ വെച്ചിട്ട് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ച് തരും എന്ന് പറയുമ്പോൾ സച്ചി സമ്മതിക്കുന്നില്ലേ. സച്ചി പറയും, ഹേയ് വേണ്ട, ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ വീഡിയോ എങ്ങാനും അവരുടെ ശ്രദ്ധയിൽ പെട്ടാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, എടാ സച്ചി, അവർ നിൻ്റെ ഫോണിലെ വീഡിയോസ് ഒന്നും ചെക്ക് ചെയ്യാൻ പോകുന്നില്ല, എന്തായാലും നമുക്ക് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം, നീ വാ, അതാ നല്ലതെന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടി മഹേഷ് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണേ. പിന്നെ കാണിക്കുന്നത് ശ്രുതിയും മീരയും കൂടി ആൻ്റണിയുടെ ഓഫീസിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുവാണേ. മീര ചോദിക്കുന്നുണ്ട്, ശ്രുതി, സച്ചിക്ക് സംശയമൊന്നുമില്ലല്ലോ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അവൻ ഇന്നലെ പാർട്ടി നടന്ന ഹാളിലൊക്കെ പോയി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അവന് നമ്മളെ ഒട്ടും സംശയമില്ല എന്ന് പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, എങ്ങാനും ചെറിയ സംശയം തോന്നിയാൽ മതി, സച്ചിയുടെ കാറ് കയറ്റി നമ്മളെ ഇടിച്ചിടും എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുവേ, നീ പേടിക്കൊന്നും വേണ്ട മീരയെ, അവനൊരു സംശയമില്ല, വാ നമുക്ക് ആൻ്റണിയെ പോയി കാണാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അകത്തോട്ട് കയറുവാണേ. ഇവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ ആൻ്റണിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്തായി, ഫോൺ എടുത്തല്ലേ സച്ചിയുടെ എന്ന് ആൻ്റണി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ആ ഫോണും വീഡിയോയും ഇപ്പം എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, പിന്നെന്തിനാ എത്രയും താമസിക്കുന്നേ, അത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് അയച്ചെന്നൂടായിരുന്നോ, ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണേ. അപ്പോൾ ആൻ്റണി പറയും, എന്തെങ്ങനെ നോക്കുന്നത്, എളുപ്പം അയക്കെന്ന് പറയുമ്പോൾ ശ്രുതി അയക്കുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ അയക്കൊക്കെ ചെയ്യാം, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി, ഞാൻ ആർക്കും പൊതുസേവയൊന്നുമല്ല ചെയ്തു കൊടുക്കുന്നത്, എൻ്റെ കാര്യം നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ആൻ്റണിക്ക് ഈ വീഡിയോ അയച്ചു തരുള്ളൂ എന്ന് ശ്രുതി പറയുവാണ്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ആ നവീൻ ദാസിൻ്റെ കാര്യമല്ലേ, അത് ഞാൻ ഏറ്റു, എന്നെ എന്താ നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇല്ലാന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം സച്ചി വഴിയാണ് നവീൻ ദാസ് ജയിലിൽ പോയത്, പക്ഷേ ആൻ്റണിയാണ് അതിൻ്റെ ക്രെഡിറ്റ് എടുത്തതല്ലോ, അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ആൻ്റണിയെ വിശ്വാസമില്ലേ. ആ കാര്യം ആൻ്റണിയോട് പറയുമ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, എന്നാൽ ശരി, നവീൻ ദാസിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാം, നിങ്ങൾ അവൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും ഒക്കെ അയച്ചതാന്ന് പറയുമ്പോഴേക്കും ശ്രുതി അയച്ചു കൊടുക്കുന്നുണ്ട്. ആൻ്റണി അത് തൻ്റെ ഗുണ്ടകൾക്ക് കൈമാറിയിട്ട് ഇവൻ എത്രയും വേഗം ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വിടുവാണ്. അപ്പോൾ അവർ പോയി കഴിയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, എൻ്റെ ആളുകൾ നിങ്ങളുടെ നവീൻ ദാസിനെ പിടിച്ചുകൊണ്ട് വരാൻ പോയിട്ടുണ്ട്, ഇനി എന്തായാലും ആ വീഡിയോ അയക്കുക എന്ന് പറയുമ്പോഴും മീര സമ്മതിക്കുന്നില്ലേ. മീര പറയുന്നുണ്ട്, അവൻ ആദ്യം വരട്ടെ, നിങ്ങളുടെ ഗുണ്ടകൾ നവീൻ ദാസിനെ പിടിച്ചുകൊണ്ട് വരട്ടെ, ഞങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ടേ ആ വീഡിയോ ആൻ്റണിക്ക് അയച്ചു തരുള്ളൂ എന്ന് അവർ പറയുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷും സച്ചിയും കൂടി സ്റ്റേഷനിലോട്ട് പോകുന്നതാണ്.
സച്ചി തൻ്റെ മനസ്സിലുള്ള ടെൻഷനൊക്കെ മഹേഷിനോട് പറയുന്നുണ്ട്. എടാ, ആ ഫോണിൽ ശരത്തിൻ്റെ വീഡിയോ ഉണ്ട്, എനിക്കതാണ് ഏറ്റവും വലിയ പ്രശ്നം. ശരത്ത് ഇപ്പോൾ എല്ലാ തെറ്റുകളിൽ നിന്നും പിന്മാറി കോളേജിലൊക്കെ പോയി മര്യാദക്ക് പഠിക്കാൻ തുടങ്ങിയിരിക്കുക. അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ എങ്ങാനും പുറത്തായി കഴിഞ്ഞാൽ അവൻ്റെ ഭാവി അത് ബാധിക്കും. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവോടാ, രേവതിയും അത് ഭയങ്കരമായിട്ട് ബാധിക്കും. നിൻ്റെ അമ്മ എങ്ങനെ പ്രതികരിക്കും എന്ന് കൂടി പറയാൻ പറ്റത്തില്ല. അവനെ ഒരു കള്ളൻ തന്നെ ആക്കി കളയും എന്നൊക്കെ പറയുവാണ്. മഹേഷ് പറയുന്നുണ്ട്, എൻ്റെ തെറ്റാ, നീ അന്ന് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പോയതല്ലേ, ഞാനല്ലേ അതിനെ സമ്മതിക്കാണ്ടിരുന്നത്, അന്നേ ഡിലീറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഹേ അത് സാരമില്ലടാ, നീ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പറഞ്ഞതല്ലേ, ശരത്തിനെ അത് നന്നാക്കാൻ വേണ്ടി ഉപകരിക്കും എന്നോർത്തല്ലേ നീ അത് ഡിലീറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്, ഇതെൻ്റെ മിസ്റ്റേക്കാ, ആ ഫോൺ എവിടെ മിസ്സായി എന്ന് എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ലടാ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയും, വാ നമുക്ക് ഏതായാലും സ്റ്റേഷൻ്റെ അകത്ത് പോയി ഒരു പരാതി കൊടുക്കാന്നേ, പോലീസുകാർ തപ്പി കണ്ടുപിടിച്ച് തരും, നീ പേടിക്കാതെ എന്ന് പറഞ്ഞിട്ട് സച്ചിയെയും കൂട്ടി സ്റ്റേഷൻ്റെ അകത്തോട്ട് പോവാണ്. അകത്ത് പോയിട്ട് സച്ചി പോലീസിനോട് പറയുന്നുണ്ട്, സാർ എനിക്കൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം, എൻ്റെ മൊബൈൽ കാണാനില്ല എന്ന് പറയുമ്പോഴേക്കും അവർ ചോദിക്കുന്നുണ്ട്, മൊബൈൽ കാണുന്നില്ലേ, എത്ര ലക്ഷം രൂപയുടെ ഫോണാണെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, അയ്യോ ₹1,00,000 ഫോണൊന്നല്ല സാർ, മേടിക്കുമ്പോൾ ഒരു 10,000 രൂപയായിരുന്നു എൻ്റെ ഫോണിൻ്റെ വില എന്ന് പറയുമ്പോഴേക്കും പോലീസൊക്കെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. 10,000 രൂപയ്ക്കാണോ ഇത്രയും വലിയ ബിൽഡപ്പ്, ആ ഫോണ് പോണെങ്കിൽ പോട്ടെ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്താ സാർ ഇങ്ങനെ പറയുന്നത്, ഞാനൊരു കാർ ഡ്രൈവറാണ്, എൻ്റെ ജീവിതം തന്നെ ആ ഫോണിനെ ആശ്രയിച്ച, എൻ്റെ ജോലി തന്നെ ആ ഫോണിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഈ പോലീസ് പറയുന്നുണ്ട്, ദേ താൻ അവരെ കണ്ടോ, അയാളുടെ ഭാര്യനെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ വന്നതാ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സാർ അയാളുടെ ഭാര്യനെ പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ഫോണില്ലാതെ എനിക്ക് പറ്റത്തില്ല, എൻ്റെ ഫോൺ എനിക്ക് വേണം സാർ എന്ന് പറയുമ്പോഴേക്കും അവരൊരു പേപ്പർ കൊടുത്തിട്ട് പറയുന്നുണ്ട്, തൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഏതായാലും ഇതിൽ എഴുതി വെച്ചിട്ട് പോ, ഫോൺ എപ്പോഴാണ് മിസ്സായത്, എവിടെ വെച്ചാൽ മിസ്സായതെന്നൊക്കെ എഴുതി വെച്ചിട്ട് താൻ പൊയ്ക്കോന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, പോകാനോ സാർ, എന്താ സാർ ഇങ്ങനെ പറയുന്നത്, ഇപ്പം തന്നെ അപ്പോൾ എനിക്ക് എൻ്റെ ഫോൺ കണ്ടുപിടിച്ച് തരില്ലെന്ന് ചോദിക്കുവാണ്. പോലീസുകാരൊക്കെ അപ്പോൾ കളിയാക്കി ചിരിക്കുവാണേ. എടോ, ഇവിടെ എത്ര പേര് ഇതുപോലെ ഫോൺ ഡെയിലി കാണാനില്ലെന്ന് പറഞ്ഞ് പരാതിയായിട്ട് വരുന്നുണ്ടെന്നറിയോ, അതുമാത്രമല്ല ഇവിടെ ഒട്ടനവധി കേസ് വേറെ വരുന്നുണ്ട്, മോഷണം, പിടിച്ചുപറി, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ഞങ്ങൾ അതിൻ്റെ പുറകെ പോവോ അതോ തൻ്റെ ഫോൺ അന്വേഷിച്ച് നടക്കണോ, നമുക്ക് സമയം കിട്ടുമ്പോൾ തൻ്റെ ഫോണൊക്കെ അന്വേഷിച്ച് തരാം, താൻ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വെച്ചിട്ട് പോകുമെന്ന് പറയുമ്പോഴേക്കും സച്ചി മഹേഷിനോട് ചോദിക്കുന്നുണ്ട്, എടാ ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. അപ്പോൾ മഹേഷ് പറയും, എടാ അവർ ഡെയിലി ഇങ്ങനത്തെ ഒരുപാട് കേസ് കാണുന്നതല്ലേ, നീ എന്തായാലും ഡീറ്റെയിൽസ് എഴുതി വെക്ക്, അവർ കണ്ടുപിടിച്ച് സമയം കിട്ടുമ്പോഴായാലും കണ്ടുപിടിച്ച് തരുമല്ലോ, നീ ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് മഹേഷ് അവിടെ നിൽക്കുവാണ്. അപ്പോൾ സച്ച് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുത്തിട്ട് പറയുന്നുണ്ട്, സാർ എത്രയും വേഗം എൻ്റെ ഫോണൊന്ന് കണ്ടുപിടിച്ച് നോക്കി തരണം എന്ന് പറയുമ്പോഴേക്കും പോലീസ് ആ ശരി ശരി എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നും പറഞ്ഞു വിടുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ മഹേഷിന് ഒരു കോൾ വരുവാണ്. സച്ചിനെ വിളിച്ചിട്ട് കിട്ടാത്ത ആരോ മഹേഷിൻ്റെ നമ്പറിലോട്ട് വിളിച്ചിരിക്കുവാണ്. അയാൾക്ക് എവിടെയോ ഒരു ദൂരയാത്ര, അതായത് തിരുപ്പതിയിൽ എവിടെയോ പോകണം. അപ്പോൾ സച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് മഹേഷിനെ വിളിച്ചതെന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അപ്പോൾ മഹേഷ് പറയും, സച്ചി ഇവിടെ തന്നെയുണ്ട്, അവനോട് ഞാൻ വരാൻ പറയാം, നിങ്ങളെ പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാനൊക്കെ പറയാം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ്. സച്ചിനോട് ഈ കാര്യം പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെയാടാ ഇത്രയും ലോങ് ഡ്രൈവൊക്കെ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയും, എടാ നിനക്ക് കുറേ കാശ് കിട്ടും, ദൂരെ യാത്രയല്ലേ വന്നിരിക്കുന്നത്, ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ വരുന്ന ട്രിപ്പൊക്കെ മുടക്കാൻ പോവാണോ, മര്യാദക്ക് പോ, ഇവിടെ ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയും, എന്നാലും നീ എന്നാലും നോക്കണ്ട, നീ പൊയ്ക്കോ, ഞാൻ ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചോളാം, നീ ഏതായാലും ആ ട്രിപ്പ് എടുക്കുമെന്ന് പറയുമ്പോൾ സച്ചി പറയും, ആ അതെൻ്റെ ഒരു റെഗുലർ കസ്റ്റമറാണ്, എവിടെ പോകണമെങ്കിലും എന്നെ വിളിക്കത്തുള്ളൂ, ഇപ്പം ഞാൻ പോയില്ലെങ്കിൽ ഇനി എന്നെ വിളിക്കത്തുമില്ല, ശരി ശരി ഞാൻ പൊയ്ക്കോളാം, ഏതായാലും വീട്ടിൽ പോയി എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ വീട്ടിലോട്ട് പോവാണേ. പിന്നെ കാണിക്കുന്നത് ശ്രുതിയും മീരയും ആൻ്റണിയുടെ ഓഫീസിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്, അവർ നവീൻദാസിനെ കൊണ്ടുവരുന്നതും നോക്കിയിട്ട്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആൻ്റണിയുടെ ഗുണ്ടകൾ നവീൻദാസിനെ കണ്ണൊക്കെ കെട്ടിയിട്ട് വലിച്ചുകൊണ്ടും വരുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അവൻ ഞങ്ങളെ കണ്ട പ്രശ്നവും, ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാമെന്ന് പറയുമ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ആ എന്നാൽ ശരി നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ എന്ന് പറയുമ്പോഴേക്കും നവീൻദാസ് ഇങ്ങനെ ബഹളം വെച്ച് വരുവാണ്. ആരാടാ നിങ്ങൾ, എന്തിനാ എന്നെ പിടിച്ചുകൊണ്ടും വന്നേ, ഞാൻ ആരാണെന്നറിയോ നിങ്ങൾക്ക്? അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, നീ ആരാണെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം, നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, മര്യാദയ്ക്ക് എൻ്റെ കണ്ണിലെ കെട്ടടിച്ചോ, ഞാൻ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ആൻ്റണി പറയും, ആഹാ അന്ന് അതെനിക്കൊന്ന് അറിയണമല്ലോ, എടാ ഇവനെ പിടിച്ച് ആ മുറിയിൽ പൂട്ടിയിട്, ഇവൻ്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഗുണ്ടകളൊക്കെ നവീൻദാസിനെ ഒരു മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിടുവാണേ.
ശ്രുതി ചോദിക്കുന്നുണ്ട്, ആന്റണി അവനെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് ചോദിക്കുമ്പോഴേക്കും ആന്റണി പറയുന്നുണ്ട്, 2-3 ദിവസം അവൻ ആ ഇരുട്ടുമുറി തന്നെ കിടക്കട്ടെ. ആരാ തട്ടിക്കൊണ്ട് വന്നത്, എന്തിനാ തട്ടിക്കൊണ്ട് വന്നതെന്ന് അറിയാതെ കണ്ണും പൂട്ടി അവൻ ആ മുറി തന്നെ കിടക്കുമ്പോഴേക്കും അവൻ്റെ പേടി കൂടി കൂടി വരും. അത് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ ഏതായാലും പേടിക്കണ്ട, നിങ്ങൾക്കിനി അവൻ്റെ ഒരു ശല്യവും ഉണ്ടാവത്തില്ല എന്ന് ആന്റണി ഉറപ്പ് കൊടുക്കുവാണേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏതായാലും നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തല്ലോ, ഇനി ഞാൻ പറഞ്ഞ കാര്യം എന്താ, ആ വീഡിയോ എനിക്ക് അയച്ചതാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആ ശരി, വീഡിയോ ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഫോണിലോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാനിതിപ്പോൾ തന്നെ ആൻ്റണിക്ക് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ വീഡിയോ ആൻ്റണിക്ക് അയച്ചു കൊടുക്കുവാണ്. ആ ഇത് മതി, എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ ആൻ്റണി പറയുന്നുണ്ട്. ആൻ്റണിക്ക് അത്രയോ സന്തോഷമാവുകയാണ് ആ വീഡിയോ കാണുമ്പോഴേക്കും. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഈ നവീൻ ദാസ് നേരത്തെ ജയിലിൽ കിടന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇറങ്ങി എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങിയായിരുന്നു എന്ന് പറയുമ്പോൾ ആൻ്റണി പറയും, ഇനി അതോർത്ത് ഒരു പേടിയും വേണ്ട, അവന് ഞങ്ങൾ മൊത്തമായിട്ട് വേറൊരു സ്ഥലത്ത് തന്നെ പാഴ്സൽ ചെയ്തോളാം, അവൻ്റെ ശല്യം നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഉണ്ടാവില്ല, നിങ്ങൾ എനിക്ക് ഭയങ്കര വലിയൊരു ഉപകാരമാണ് ചെയ്തതെന്ന്, അതുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങൾക്കും ഇനി അവൻ്റെ ശല്യം ഉണ്ടാവുമെന്നോർത്ത് പേടിക്കണ്ട, ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പറഞ്ഞു വിടുവാണേ ആൻ്റണി. എന്നിട്ട് ശ്രുതിയും മീരയും പുറത്തെത്തുമ്പോൾ മീര പറയുന്നുണ്ട്, എന്നാലും എനിക്ക് രേവതിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു സങ്കടം പോലെ വരുന്നു, അനിയൻ ചെയ്ത തെറ്റിന് അവളല്ലേ ഇനിയിപ്പോൾ അനുഭവിക്കേണ്ടി വരുവാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അനുഭവിക്കട്ടെ, എപ്പോഴും നന്മയും സത്യസന്ധതയും കൂടെ കൊണ്ട് നടക്കുന്നവളല്ലേ, ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് നോക്കാം, എന്താണ് അവൾ പറയാൻ പോകുന്നതെന്ന് അറിയാലോ, എനിക്ക് എൻ്റെ ലൈഫാണ് മുഖ്യം, ഞാൻ അതിനെപ്പറ്റി മാത്രമേ ആലോചിക്കുന്നുള്ളൂ, നീ വാ മീരയെന്ന് പറഞ്ഞിട്ട് ശ്രുതി മീരയും കൂട്ടി പോവാണ്. ആന്റണി തൻ്റെ ഗുണ്ടകളോടൊക്കെ പറയുന്നുണ്ട്, ആ ശരത്ത് ഞങ്ങളുടെ മുമ്പിൽ നല്ല അന്തസ്സോടെ ജീവിച്ച് കാണിക്കും എന്നല്ലേ പറഞ്ഞത്, ഈ വീഡിയോ പുറത്തായ അവൻ എങ്ങനെ ജീവിക്കും എന്ന് എനിക്ക് കാണണം, അതുപോലെ തന്നെ സച്ചിയും രേവതിയും ഇനി ജീവിതകാലം മുഴുവൻ അവർ കരയാൻ പോവാ, ഈ വീഡിയോ പുറത്തായി കഴിഞ്ഞാൽ അവൻ്റെ രേവതിയുടെ അമ്മായിയമ്മ രേവതിയെ നല്ല കാര്യം നല്ലതുപോലെ ഉപദ്രവിക്കുകയും പുറത്താക്കുക വരെ ചെയ്യും, സച്ചിയും അത് കണ്ട് വിഷമിക്കട്ടെ, എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറയുമ്പോഴേക്കും ഗുണ്ട പറയുന്നുണ്ട്, എന്നാൽ ആന്റണി ചേട്ടാ ഇപ്പോൾ തന്നെ ആ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുമെന്ന് പറയുമ്പോൾ ആന്റണി പറയും, ഷെയർ ചെയ്യാനോ, എന്നിട്ട് എന്തിനാ ഞാനാ ഈ വീഡിയോ ലീക്കാക്കിയതിൻ്റെ പിന്നിലെന്ന് അവൻ അറിഞ്ഞിട്ട് എൻ്റെ മെക്കിട്ട് വരാനോ, ഒന്ന് പോടാ, ഇതിനാ മറ്റേ നമ്മുടെ നെറ്റിൽ വർക്ക് ചെയ്യുന്നവൻ അയച്ചു കൊടുക്കും കഫേയിൽ, അവൻ പേരറിയാതെ എല്ലായിടത്തും സ്പ്രെഡാക്കിക്കോളും, സോഷ്യൽ മീഡിയയിൽ വൈറലാക്കും, ഇത് ഞാൻ ഇപ്പം തന്നെ അവനെ ഫോർവേഡ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് ആൻ്റണി അയാളെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്, എടാ ഞാൻ നിനക്കൊരു വീഡിയോ ഫോർവേഡ് ചെയ്യുന്നുണ്ട്, അതിപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പോസ്റ്റ് ചെയ്യണം, എല്ലാവരും കാണണം, അത് വൈറലാക്കി തരണം എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ആൻ്റണി. പിന്നെ വീട്ടിൽ വരുമ്പോഴേക്കും സച്ചിനോട് രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ഫോൺ കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ, ഇല്ല രേവതി, എല്ലായിടത്തും അന്വേഷിച്ചു കിട്ടിയില്ല, സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, എന്നാലും ആ ഫോൺ എവിടെ പോയി, രവീന്ദ്രനും വന്ന് ചോദിക്കുന്നുണ്ട്, എന്തായി സച്ചി ഫോൺ കിട്ടിയില്ലേ, രേവതി എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഇല്ല അച്ഛാ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അതാണ് ഇന്നലെ എന്ത് കോലമായിരുന്നു, നീ എങ്ങനെയും ശ്രദ്ധയില്ലാതെ എവിടെയെങ്കിലും ഫോൺ മിസ്സാക്കിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഇല്ലച്ചാ, ഫോൺ ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും മിസ്സാക്കത്തില്ല, എൻ്റെ ജോലി തന്നെ എൻ്റെ ഫോണിനെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാനത് അങ്ങനെയൊന്നും കളയത്തില്ലച്ചാ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വന്ന് ഓരോ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇന്നലെ വന്ന കോലം കണ്ടായിരുന്നില്ലേ, ആ കോലം കാണുമ്പോൾ തന്നെ അറിയാം ഫോൺ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, ചന്ദ്രേ നീ ഒന്നും മിണ്ടാതിരിക്കേ, ഞാനൊന്നും പറഞ്ഞില്ല, ഇവൻ്റെ കുടിയാണ് എല്ലാത്തിനും കാരണം, ഫോണിനെ ആശ്രയിച്ചാണ് അവൻ്റെ ജോലി ഇരിക്കുന്നതെങ്കിൽ അത്രയും ശ്രദ്ധയും ഉത്തരവാദിത്തമുള്ള ഒരാളാണെങ്കിൽ ഈ ഫോൺ മിസ് ചെയ്യുമോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഇവൻ കുടിക്കാൻ മാത്രമല്ല മറ്റുള്ളവരെ കുടിപ്പിക്കുകയും കൂടി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്നും പോവാണ്. ഇപ്പോൾ രവീന്ദ്രൻ പറയും, എടാ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്, കാരണം നീ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു, നിൻ്റെ ഫോൺ നിനക്ക് അത്രയും ആവശ്യമുള്ളൊരു ഫോണായിരുന്നെങ്കിൽ നീ അതൊരിക്കലും മിസ് ചെയ്യത്തില്ലായിരുന്നു, നിൻ്റെ കുടിയാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രവീന്ദ്ര കൂട്ടത്തിൽ സമാധാനിപ്പിക്കുന്നുണ്ട്, ഒരു ഫോണല്ലേ നമുക്ക് വേറെ മേടിക്കാം, നീ ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറയുവാണ് സച്ചിനോട്. പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടി മുറിയിലിരിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി എനിക്ക് തിരുപ്പതി വരെ ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട്, ഞാനിന്ന് വൈകുന്നേരം പോവും, നീ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുക എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയും, തിരുപ്പതി വരെയോ, എന്നിട്ട് എപ്പോൾ എത്തും സച്ചേട്ടൻ എന്ന് പറയുമ്പോൾ നാളെ വരുള്ളൂ എന്ന് പറയുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, പോണോ സച്ചേട്ടാ, സച്ചേട്ടൻ്റെ കയ്യിൽ ഫോൺ പോലും ഇല്ല, ഒരു അത്യാവശ്യത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ പോലും പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയും, അതൊന്നും കുഴപ്പമില്ല രേവതി, എന്ത് അത്യാവശ്യം വരാൻ. അപ്പോൾ രേവതി പറയും, എനിക്ക് സച്ചേട്ടനെ വിളിക്കണ്ടേ, എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, സച്ചേട്ടൻ എന്ത് ചെയ്യുകയാണെന്ന് അറിയാതെയൊക്കെ ഇരിക്കുന്നതിനാലെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഞാൻ എവിടെയെങ്കിലുമൊക്കെ നിർത്തുമ്പോഴേക്കും അവിടുത്തെ ബൂത്തിൽ കയറി വിളിക്കാമെന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, എന്നാൽ തൽക്കാലത്തേക്ക് എൻ്റെ ഫോൺ
കൊണ്ടുവെക്കുമോ എന്ന് പറയുമ്പോൾ സച്ചി സമ്മതിക്കുന്നില്ല. ഹേയ്, നിനക്കും പൂവിൻ്റെയൊക്കെ ആവശ്യമുള്ളതല്ലേ, പൂ ഓർഡർ തരാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ വിളിക്കും, പിന്നെ നിന്റെ കച്ചവടത്തെ അത് ബാധിക്കും. എനിക്ക് ഫോണൊന്നും വേണ്ട രേവതി, ഞാൻ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും എത്തുമ്പോഴേക്ക് നിന്നെ വിളിച്ചോളാം, നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി ബാഗും കൊണ്ട് ഇറങ്ങുവാണേ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.